ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ നമ്മുടെ ഗോഡ്സില എക്സ് കോങ്ങിന് വേണ്ടി എല്ലാവരും വെയിറ്റിംഗ് ആയിരിക്കും, ഞാനും വെയിറ്റിംഗ് ആണ്. സോ അപ്പോൾ ഈ പടത്തിൽ വന്ന് ഒരു പ്രധാന വില്ലനായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടറാണ് സ്കാർ കിങ്. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് സ്കാർ കിങ്ങിനെ പറ്റിയാണ്. സോ ആരാണ് ഈ സ്കാർ കിങ്, സോ ഇവൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്താണ്, സോ മൊത്തം നമുക്ക് ഈ വീഡിയോ ഡിസ്കസ് ചെയ്തേക്കാം. സോ നേരെ വീഡിയോ കിടക്കാം. അപ്പം വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്കാർ കിങ്ങിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഡീറ്റെയിൽസ് അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെ പടം റിലീസായി കഴിഞ്ഞാലേ നമുക്കറിയാൻ പറ്റും. ചിലപ്പോൾ ഞാൻ ഇപ്പോൾ ഈ വീഡിയോയിൽ പറയുന്നതിൽ ചില മിസ്റ്റേക്സ് ഒക്കെ വരാനൊക്കെ ചാൻസസ് ഉണ്ട്. കാരണം പടം നമ്മൾ കണ്ടില്ലല്ലോ, കണ്ടാലല്ലേ നമുക്ക് ഈ സ്കാർ കിങ്ങിനെ പറ്റിയുള്ള ക്ലിയർ ആയിട്ടുള്ള ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും. സോ അപ്പം ഇപ്പം ഞാൻ ട്രെയിലറൊക്കെ വെച്ചാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ചില റൂമേഴ്സൊക്കെ വെച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ സ്കാർ കിങ് എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ഈ ഒരു ഗോഡ്സില എക്സ് കോങ് ദ ന്യൂ എംപയർ മൂവിയിലെ ഒരു മെയിൻ വില്ലൻ. ഈ ഒരു പടത്തിൽ വന്ന് ഷീമു എന്നൊരു ടൈറ്റൻ ഉണ്ടാവും, പക്ഷേ ഷീമു അല്ല വില്ലൻ, മെയിൻ വില്ലൻ ഷീമു അല്ല. ഷീമു വന്ന് ഈ ഒരു സ്കാർ കിങ്ങിൻ്റെ കൺട്രോളിലാണ് ഉള്ളത്. സോ സ്കാർ കിങ് ആണ് ഇതിലെ മെയിൻ വില്ലൻ എന്ന് പറയുന്നത്. സോ ഇവനാണ് എൻ്റെ ഈ ഒരു പ്രശ്നത്തിനും കാരണം. സോ ഈ സ്കാർ കിങ്ങിൻ്റെ ആ ഒരു അപ്പിയറൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവൻ വന്ന് ആൾമോസ്റ്റ് ഒരു ഏപ്സ് പെട്ട ഒരാളാണ്. അത് നമ്മുടെ കോങ്ങിനെ പോലെ ഒരു ഏപ്സാണ് ഇവനും. പക്ഷേ ഇവന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അതായത് ഇവൻ്റെ ആ ഒരു സ്കിൻ കളർ വന്ന് ഒരു ഓറഞ്ച് അല്ലെങ്കിൽ ഒരു റെഡ് കളറിലാണ് ഈ സ്കാർ കിങ് ഉള്ളത്. ഇതുവരെയായിട്ട് നമ്മൾ അങ്ങനത്തെ സ്പീഷീസിൽപ്പെട്ട ഒരു ഏപ്സിനെ ഇതുവരെയായിട്ട് നമ്മൾ മോൺസ്റ്റർവേഴ്സിൽ കണ്ടിട്ടില്ല. അപ്പോൾ ഇവൻ വന്ന് ഒരു ഡിഫറെൻറ്റ് സ്പീഷീസിൽപ്പെട്ട ഒരു ഏപ്സാണ്. സോ നമുക്കറിയാം കോങ്ങും ഒരു ഏപ്സാണ്. കോങ് വന്ന് ഒരു ബ്ലാക്ക് കളറാണ്, ഒരു ഗൊറീല ടൈപ്പ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്കാർ കിങ് വന്ന് ഒരു ഒറാങ്കുട്ടൻ ടൈപ്പിലാണ് ഉള്ളത്. സോ അപ്പം കോങ്ങിൻ്റെ ആ ഒരു സ്പീഷീസിൽ തന്നെ രണ്ട് സ്പീഷീസ് ഉണ്ടാവാൻ ചാൻസസ് ഉണ്ട്. ഒന്ന് വന്ന് ഈ സ്കാർ കിങ്ങിൻ്റെ സ്പീഷീസും ഒന്ന് കോങ്ങിൻ്റെ സ്പീഷീസും. അപ്പം സ്കാർ കിങ് വന്നൊരു കോങ്ങിനെ പോലെ ഒരു ഏപ്സാണ്, ബട്ട് കുറച്ച് ഡിഫറെൻ്റ് എന്ന് പറയാൻ പറ്റും. അതുമാത്രമല്ല സ്കാർ കിങ്ങിനെ നമുക്ക് കാണാൻ പറയാൻ പറ്റും ഇവ കുറച്ച് ഓൾഡാണ്, കുറച്ചല്ല നല്ല ഓൾഡാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റും. സോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്കാർ കിങ്ങിന് കോങ്ങിനെക്കാളും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ക്ലിയർ ആയിട്ട് ഇതിന് മനസ്സിലാക്കാൻ പറ്റും. സോ അതുമാത്രമല്ല വലിയൊരു എംപയർ തന്നെ ഈ സ്കാർ കിങ്ങിൻ്റെ പിന്നിലുണ്ട്. അതായത് ഈ ഒരു ഹാലോ എർത്തിനെ തന്നെ സ്കാർ കിങ്ങിൻ്റെ കൺട്രോളിലായിക്കൊണ്ടാണ്. കാരണം നമുക്ക് ട്രെയിലറിൽ കാണാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ സ്കാർ കിങ് വന്നൊരു കിങ് ആണ് ഇവിടുത്തെ. അതായത് നിറയെ ഏപ്സ് വന്ന് ഈ ഒരു സ്കാർ കിങ്ങിൻ്റെ അടിമയായിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഇവൻ വന്ന് അവരെയൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ ഒരു കിങ് ആയിട്ടാണ് ഈ ഒരു സ്കാർ കിങ് ഉള്ളത്, ഒരു എംപയർ ആയിട്ടാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്ക് പെട്ടെന്ന് അങ്ങനെ സ്കാർ കിങ്ങിൻ്റെ അടുത്ത് ഫൈറ്റിനൊന്നും പോകാൻ പറ്റില്ല. കാരണം ഇവരെ തൊടാൻ പോയാൽ ബാക്കിയുള്ള എല്ലാ ഏപ്സും കൂടെ വന്ന് ആ ഒരു മോൺസ്റ്ററിനെ പഞ്ഞിക്കിടും. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇവൻ വന്ന് ഇവൻ്റെ കൺട്രോളിലാണ് ബാക്കിയുള്ള ഒരു എല്ലാ ഏപ്സും ഉള്ളത്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കണം സ്കാർ കിങ് എത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഏപ്സ് ആണെന്ന്. പിന്നെ ഇവിടെ പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സ്കാർ കിങ്ങിൻ്റെ കൺട്രോളിലാണ് നമ്മുടെ ഷീമു ഉള്ളത്. സോ ഷീമു വന്ന് വൺ ഓഫ് ദ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള ടൈറ്റനാണ്. അപ്പോൾ അങ്ങനെ ഒരു ടൈറ്റൻ തന്നെ ഈ സ്കാർ കിങ്ങിൻ്റെ കീഴിലുണ്ടെങ്കിൽ ഇവൻ എത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിരിക്കും നമ്മൾ ആലോചിച്ച് നോക്കണം. ഉറപ്പായിട്ടും സ്കാർ കിങ് ഷീമുനെ അടിവെച്ച് തോപ്പിച്ചതൊന്നുമല്ല, അത് നടക്കില്ല. ബട്ട് എന്തോ ഒരു ട്രിക്ക് നമ്മുടെ സ്കാർ കിങ് യൂസ് ചെയ്തിട്ടുണ്ട്. അതുവരെ ഈ ഒരു ഷീമുനെ സ്കാർ കിങ് കൺട്രോളിൽ എടുത്തിട്ടുണ്ട്. സോ ഷീമുനെ വെച്ചാണ് ഈ ഒരു സ്കാർ കിങ് ഈ കണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ അതെങ്ങനെയാണ് ഷീമുനെ കൺട്രോളിൽ എടുത്തത്, എന്തിനാണ് കൺട്രോളിൽ എടുത്തതെന്ന് നമ്മൾ മൂവി കണ്ടാലേ അറിയാൻ പറ്റും. ഓക്കെ, എന്നാൽ ഒരു ചെറിയൊരു തിയറി ഉണ്ട്. അതായത് നമ്മുടെ ഈ സ്കാർ കിങ്ങിന് കൈവശം ഒരു വെപ്പണുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഒരു ചാട്ടവാർ പോലത്തെ സാധനമാണ്. സോ ആ വെപ്പനെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വന്ന് ഏതൊരു ടൈറ്റൻ്റെ ആ ഒരു നട്ടലില്ലേ, സോ അത് വെച്ചാണ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ആ വെപ്പൻ്റെ എഡ്ജിലായിട്ട് ഒരു ക്രിസ്റ്റലുള്ള നമുക്ക് കാണാൻ പറ്റും. സോ അത് ക്രിസ്റ്റലാണോ അതോ വേറെ എന്താണോ നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൊണ്ട്. അപ്പോൾ ഇത് വെച്ചാണ് ഈ സ്കാർ കിങ് വന്ന് ഈ ഷീമുവിനെ കൺട്രോൾ ചെയ്യണമെന്നാണ് പറയുന്നത്. അതിൻ്റെ ചാൻസസ് ഉണ്ട്. ഈ ഒരു ഷീമുനെ മാത്രമല്ല ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെയും ഈ സ്കാർ കിങ് കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ക്രിസ്റ്റൽ വെച്ചായിരിക്കും എന്നാണ് ഈ ഒരു തിയറി പറയുന്നത്. സോ അതിന് ചാൻസസ് ഉണ്ട്, പറയാൻ പറ്റില്ല. ഓക്കെ, ചിലപ്പോൾ വേറെ വല്ല റീസണും ആയിരിക്കും. ഓക്കെ, ഇതുമാത്രമല്ല ഈ സ്കാർ കിങ്ങിൻ്റെ പ്ലാൻ എന്താണ് ശരിക്കും എന്ന് ആർക്കും ക്ലിയർ ആയിട്ട് അറിഞ്ഞില്ല. കാരണം നമ്മൾ മൂവി കണ്ടാൽ അറിയാൻ പറ്റും. ബട്ട് ചില തിയറീസിലൊക്കെ പറഞ്ഞാൽ ചിലപ്പം ഇവൻ ഈ വേൾഡിനെ തന്നെ കൺട്രോളിൽ എടുക്കാൻ നോക്കണമായിരിക്കും. അതായത് ബാക്കിയുള്ള എല്ലാ മോൺസ്റ്റേഴ്സും എൻ്റെ കീഴിൽ വരണം, ഞാനായിരിക്കണം അവരെ കിങ് ആവണം എന്നുള്ളൊരു ലക്ഷ്യത്തിലായിരിക്കാം ചിലപ്പോൾ സ്കാർ കിങ് ഇതൊക്കെ ചെയ്യണമെന്നാണ് തോന്നുന്നത്. അതായത് മനുഷ്യരെ തന്നെ ഫുള്ളായിട്ട് നശിപ്പിച്ചിട്ട് ഈ ലോകത്തിൽ മോൺസ്റ്റേഴ്സ് മാത്രം മതി, അവരെല്ലാം എൻ്റെ കൺട്രോളിലായിരിക്കണം, ഞാനായിരിക്കണം അവരെ കിങ് എന്നുള്ള ഒരു
രീതിയിലായിരിക്കാം ചിലപ്പോൾ സ്കാർക്കിങ് ഇതൊക്കെ ചെയ്യുന്നത്. അതിന് ചാൻസസ് ഉണ്ട്. കാരണം ഷീമുവിനെ തന്നെ സ്കാർക്കിങ് കൺട്രോൾ എടുത്തെങ്കിൽ അതിന് പിന്നിലൊരു മെയിൻ റീസൺസ് ഉണ്ട്. ഷീമുവിനെ വെച്ച് ബാക്കിയുള്ള മോൺസ്റ്റേഴ്സിനെ ഡിഫീറ്റ് ചെയ്യാനായിരിക്കണം നമ്മുടെ സ്കാർക്കിങ്ങിൻ്റെ ഒരു പ്ലാൻ എന്നാണ് തോന്നുന്നത്. ബട്ട് ശരിക്കും ഇവൻ്റെ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൊണ്ട് പടം കണ്ടാൽ അറിയാൻ പറ്റൂ. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്, സ്കാർക്കിങ്ങിൻ്റെ ലക്ഷ്യം എന്തായിരിക്കും തോന്നുന്നത് ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. സോ ഇനി വന്ന് ഈ സ്കാർക്കിങ്ങിൻ്റെ പവേഴ്സ് ആൻഡ് എബിലിറ്റീസ് എന്തായിരിക്കും എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ, നമ്മൾ ട്രെയിലറിൽ ഒരു ഘട്ടത്തിൽ ഈ ഒരു ഫസ്റ്റ് പ്രോമോ വന്ന സമയത്ത് ഇവൻ്റെ കണ്ണ് വന്ന് ഗ്ലോ ആവാനായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ടാകും. സോ അത് എന്താണെന്ന് നമുക്ക് ഇതുവരെയായിട്ട് പിടികിട്ടിട്ടില്ല. ബട്ട് ഈ സ്കാർക്കിങ് വന്നൊരു ടൈറ്റനാണ്. അപ്പം കോമൺ ആയിട്ട് ഇവന് ഒരു സ്ട്രെങ്തും ഡ്യൂറബിലിറ്റിയും സ്റ്റാമിനയും അങ്ങനെ ടൈറ്റൻസിന് കോമൺ ആയിട്ട് കണ്ടുവരുന്ന കാര്യങ്ങളൊക്കെ സ്കാർക്കിങ്ങിനോട്ട്. കൂടാതെ ഇവൻ്റെ ഹൈറ്റും നല്ല അധികമാണ്. നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ് കോങ്ങിന് തുല്യം ഒരു ഹൈറ്റ് ഇവനുണ്ട്. എനിക്ക് തോന്നുന്നു കോങ്ങിനേക്കാളും കുറച്ച് ഹൈറ്റ് കൂടുതലാണോ എന്ന് തോന്നുന്നുണ്ട്. സോ അത് മാത്രമല്ല ഈ സ്കാർക്കിങ്ങിന് വന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, നല്ലൊരു ബാറ്റിൽ എക്സ്പീരിയൻസ് ഉണ്ട്. അതായത് ഇവൻ നല്ലൊരു ഓൾഡ് ആയിട്ടുള്ളൊരു ഏപ്സ് ആണ്. സോ അപ്പം കോങ്ങിനേക്കാൾ എക്സ്പീരിയൻസ് ഇവനുണ്ട്. നമ്മൾ ട്രെയിലറിൽ കണ്ടതാണ് കോങ്ങിനുമായിട്ട് ഇവൻ ഫൈറ്റ് ചെയ്യുന്നത്. ആ ഒരു ഫൈറ്റിൽ ഈസി ആയിട്ട് കോങ്ങിനെ ഇവൻ എന്താ പറയുക നേരിനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഉറപ്പായിട്ട് ആ ഫൈറ്റിൽ കോങ് തോക്കാനാണ് പോകുന്നത്. അതുമാത്രമേ സ്കാർക്കിങ്ങിനെ കൊണ്ട് ബാക്കിയുള്ള ടൈറ്റൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് വന്ന് ഇവനൊരു അഡ്വാൻറ്റേജാണ്. അത് എങ്ങനെയാണ് ഇവൻ ചെയ്യുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. അത് മാത്രമല്ല ഇവൻ്റെ കീഴിൽ ഷീമു എന്നൊരു പവർഫുൾ ടൈറ്റനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ടൈറ്റൻ ഇവൻ്റെ ഒരു ഫൈറ്റിന് വരെയാണെങ്കിൽ ഇവ ഷീമുവിനെ ഇറക്കി വിടും, അവനെ ക്ലോസ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ഒരു സ്കാർക്കിങ്ങിനുണ്ട്. ഓക്കെ, അത് മാത്രമല്ല ഇവ യൂസ് ചെയ്യുന്ന വെപ്പൺ ചാട്ടവാർ പോലത്തെ സാധനം, അത് ഉറപ്പായിട്ടും ഒരു ഡേഞ്ചർ ആയിട്ടുള്ള വെപ്പണാണ്. ആ വെപ്പനെ പറ്റിയുള്ള ക്ലിയർ കാര്യങ്ങളൊക്കെ നമ്മളിനി പടം കണ്ടാലേ നമുക്ക് പിടി കിട്ടും. ഓക്കെ, അത് മാത്രമല്ല ഈ സ്കാർക്കിങ് വന്ന് ഭയങ്കര ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ടൈറ്റനാണ്. അത് നമുക്ക് ട്രെയിലറിൽ തന്നെ പിടിയിട്ടിട്ടുണ്ട്. കാരണം ഷീമുവിനെ തന്നെ കൺട്രോൾ എടുക്കുക, ബാക്കിയുള്ള ഏപ്സിനെയും ബാക്കിയുള്ള ഇതൊക്കെ ഇവൻ്റെ കൺട്രോളിൽ വയ്ക്കുക. അപ്പം ആലോചിച്ച് നോക്കണം ഇവ എത്രത്തോളം ഇൻ്റലിജൻ്റ് ആയിക്കും എന്നുള്ള കാര്യത്തിൽ. കാരണം ഇത്രയും എല്ലാത്തിനെയും ഇവൻ്റെ കൺട്രോളിൽ വെച്ചിരിക്കണമെങ്കിൽ ഇവ ഉറപ്പായിട്ടും ഒരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ളൊരു ഏപ്സ് ടൈറ്റൻ തന്നെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഈ സ്കാർക്കിങ്ങിനെ പറ്റി പറയാനുള്ള ചില കാര്യങ്ങളൊക്കെ. എനിക്കറിയാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ഇനി ചിലപ്പം ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എനിക്ക് ചിലപ്പം പുതിയ ഇൻഫർമേഷനൊക്കെ കിട്ടാൻ ചാൻസസ് ഉണ്ട്. സോ അങ്ങനെ വരികയാണെങ്കിൽ സോറി. അപ്പം നിങ്ങൾക്ക് എന്തൊക്കെ സ്കാർക്കിങ്ങിനെ പറ്റി തോന്നുന്നു ഉറപ്പായിട്ടൊന്ന് കമൻറ്റിൽ ഒന്ന് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യം പറ്റാൻ കാണുകയും മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.